നമസ്കാരം. CK വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും, ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് ചെയ്യണ്ട. ഇതൊക്കെ നമ്മളിപ്പോൾ മിക്കവാറും മനസ്സിലൊക്കെ എല്ലാവരും ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നും, ഇന്ന ആൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്കൊരു ചിന്തയുണ്ടാവും. പക്ഷേ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ്. അവർ വളരെയധികം ഊർജിതമായ പ്രവർത്തനത്തിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിലാണ്, CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം രംഗത്തിറക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസത്തിന്മേൽ വലിയ പോറലേൽപ്പിച്ച ഈ നേതാക്കന്മാരുടെ ഗൂഢാലോചനയോടുകൂടി നടന്നതാണ് ഈ ശബരിമലയിലെ കൊള്ള എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ പത്രത്തിലൂടെയും ചാനലിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിലുള്ള ഈ പുതിയതായി മത്സരരംഗത്തിറങ്ങിയ ആരും ചിലപ്പോൾ ഈ ഗൂഢാലോചനയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അവർക്ക് യാതൊരു പങ്കാളിത്തം ഉണ്ടാവണമെന്നില്ല. എങ്കിൽ തന്നെയും ഈ പാർട്ടിയെ നയിക്കുന്ന വലിയ വലിയ നേതാക്കൾക്ക്, ഉന്നതന്മാരായിട്ടുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്രാവശ്യം LDF-ന് വോട്ട് ചെയ്യരുത് എന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. അത് അവരവരുടെ മൗലിക അവകാശമാണ്. എങ്കിൽ തന്നെയും LDF-ന് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഇക്കാര്യം ഓർമ്മിച്ച് വയ്ക്കുക. LDF-ന് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല, നല്ല സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ LDF-ൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ നമ്മുടെ പൊതുജനം മാക്സിമം ശ്രമിക്കുക. പല നേതാക്കളും ഈ ശബരിമല വിഷയത്തിനെ ഈ സാധാരണക്കാരുടെ ഇടയിൽ യാതൊരു പബ്ലിസിറ്റിയും കൊടുക്കാതെ അതിനകത്തുള്ള സത്യാവസ്ഥ പലരും മനസ്സിലാക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരോടും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അതിനുശേഷം വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തുക, ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസത്തിനെ ഇത്ര വളരെയധികം മുറിവേൽപ്പിച്ച ഒരു കക്ഷിക്ക് വോട്ടിടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇടുകയാണെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുക. സ്വതന്ത്രം വോട്ട് കൊടുത്താലും രാഷ്ട്രീയ കക്ഷികളെ ഒരിക്കലും വിശ്വസിക്കരുത്. അത് വിശ്വാസ സമൂഹം തിരിച്ചറിയണം എന്നുള്ള അപേക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.